ചിങ്ങമാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാലരാരത്ത് ഓണത്തിരക്ക് വളരെയധികം പ്രതീക്ഷിച്ചേക്കാളും ഉപരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ മൊത്തം ട്രിവാൻഡ്രം ജില്ലയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ ഈ വസ്ത്രവ്യാപാര കേന്ദ്രമായ ബാലരാപുരത്ത് അതുപോലെ ശാലുവത്തേരിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് വരുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരുപാട് ജനത്തിരക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബാലരാർ പോലീസും അതുപോലെ ഗ്രാമപഞ്ചായത്തും പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റ് സംഘടനകളെല്ലാം ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ പ്രാപ്സിൻ്റെയും ബാലരാർ പോലീസിൻ്റെ പ്രാപ്സിൻ്റെ സഹകരണത്തോടുകൂടി ബാലരാരത്തെ എല്ലാ കച്ചവടക്കാരുടെയും സഹകരണത്തോടുകൂടി ഇവിടുത്തെ അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ നടപ്പാക്കുന്ന ഇവിടുത്തെ ട്രാഫിക് വാർഡന്മാരുടെ ഇന്നു മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുവേണ്ടി 2 വാർഡ് മെമ്പർമാർ ഇപ്പോൾ ഒന്ന് ഷിബു നീതു ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ അസോസിയേഷൻ്റെ കാര്യങ്ങൾ നേതൃത്വങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ 5 ട്രാഫിക്കാർ അതുപോലെ തന്നെ 7 ട്രാഫിക് വാർഡന്മാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരി അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു 10 പേരെ കൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ രഹസ്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ ക്രമസമാധാനം പാലിക്കുന്നതിനായിട്ട് ബാലരാർ പോലീസ് ശക്തമായി തന്നെ മുന്നോട്ടുണ്ട്. പിന്നെ മയക്കുമരുന്ന് പിടിക്കാതെ എന്തായാലും തന്നെ ബാലരാർ പോലീസ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് അധികാരിയുടെയും നേരത്തെ DSPയുടെയും നിർദ്ദേശപ്രകാരം ബാലരാരത്തെ പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് നോക്കുകയാണ്. അവിടെ ശക്തമായിട്ടുള്ള നിരീക്ഷണവും സഹായവും ഈ ഓണകാലത്തുണ്ടാവും. വിശേഷിച്ചും ഈ ഭാഗങ്ങളിൽ ഈ ട്രാഫിക് വാർഡ് നിർത്തോടൊപ്പം അവർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു അനുശംഭം ഉണ്ടായിരിക്കും. ഒന്നാമത് അനുശംഭം ഉണ്ടാകാറില്ല. ബാലരാർ വളരെ ശാന്തമാണ്. ഇതിനിടയ്ക്ക് തിരക്കിനിടയ്ക്ക് എന്തെങ്കിലും അനുശംഭം ഉണ്ടായിരിക്കുന്നതിലേക്ക് വേണ്ടി വല്ല ചെറിയ മോഷണം ഉണ്ടായിരിക്കുന്നതിലേക്ക് വേണ്ടി നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ സിവിലിയന്മാരായ അസോസിയേഷൻ്റെ ഭാരവാഹികളെ തന്നെ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനുണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിലേക്ക് വേണ്ടി ഈ വാർഡ് മെമ്പർ ഷിബുവിനെ ക്ഷണിച്ചോളൂ. തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറിയാണ് ബാലരാമപുരം എന്ന് പറയുന്നത്. ബാലരാമപുരം അറിയപ്പെടുന്നത് കൈത്തറിയുടെ നാടാണ്. ഈ കൈത്തറിയുടെ നാട്ടിലെ കൈത്തറിയുടെ തറവാടാണ് ചാലിഗോത്ര തെരുവ് എന്ന് പറയുന്നത്. നൂതനമായ വസ്ത്രസങ്കല്പങ്ങൾക്കനുസരിച്ച് യഥേഷ്ടം കൈത്തറി വസ്ത്രങ്ങൾ ലഭിക്കുന്ന ചാലിഗോത്ര തെരുവിൽ ഓണ വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പുറത്തു നിന്നും അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ രാജ്യത്തിനപ്പുറത്ത് ലോകത്തിൻ്റെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ശാലിഗോത്ര തെരുവിൽ കൈത്തറി വസ്ത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അവർക്ക് സുഗമമായി വരുന്നതിനും ഈ കൈത്തറി വസ്ത്രങ്ങൾ യഥാർത്ഥം എടുക്കുന്നതിനും വേണ്ടി അവർക്ക് സൗകര്യമൊരുക്കുക എന്നതാണ് പ്രാപ്സിൻ്റെയും അതേപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇന്നു മുതൽ ഓണക്കാലം വരെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഹോം ഗാർഡിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും ഇവിടെ വിന്യസിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് റെസിഡൻസ് അസോസിയേഷനാണ്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്ക് പറയുകയുണ്ടായി, കൈത്തറി വസ്ത്രങ്ങളുടെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും അതേപോലെ തന്നെ പൗരാണികതയും സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് കൈത്തറി വസ്ത്രങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് ഈ കൈത്തറി വസ്ത്രങ്ങളുടെ വിപണന കേന്ദ്രമായ ശാലിഗോത്ര തെരുവിൽ കൈത്തറി വസ്ത്രങ്ങൾ എടുക്കുവാൻ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് സുഖപ്രദമായി വന്ന് അവർക്ക് സൗകര്യപ്രദമായി വന്ന് കൈത്തറി വസ്ത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ പരിപാടി ഔപചാരികം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു.